നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ചിന്തകളെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചിന്തകളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് വലിയ ചിന്ത എന്നൊക്കെ പഴയ കാലത്ത് നമ്മുടെ ഫിലോസഫേഴ്സ്, സോക്രട്ടീസ് പോലുള്ള ഫിലോസഫേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന മനുഷ്യനാണ്, റാഷണൽ ബീയിങ് എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ചിന്തകൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് അല്ലേ. ചിന്തകളെ തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ തന്നെ ലേബൽ ചെയ്യുന്നു അല്ലേ. പോസിറ്റീവ് ചിന്തകൾ വരുന്നു, നെഗറ്റീവ് ചിന്തകൾ വരുന്നു. അപ്പോൾ ചില സമയത്ത് ഈ ചിന്തകൾ കുറേ ഓവറായിട്ട് വന്നു കഴിയുമ്പോൾ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നു. ഓക്കെ, അതങ്ങനെ കുറച്ച് നമ്മളിലൊരു ഡിസ്റ്റർബ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യാം, ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പല പല ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അല്ലെ. പല വ്യക്തികളായിട്ട്, പല ജീവിത സാഹചര്യങ്ങളായിട്ട്, പല ജോലി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളായോ, ഓക്കെ, അങ്ങനെ പല മനുഷ്യരോട്, പല വ്യക്തിത്വങ്ങളോട്, പല രീതിയിലുള്ള ആളുകളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതായിരിക്കാം പിന്നീട് നമ്മുടെ തോട്ട്സ് ആയിട്ട്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ തോട്ട്സ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ട്രിഗർ ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ ചില ദിവസങ്ങൾ നമുക്ക് വൺ ഓഫ് ദ വീക്ക് ഡേയ്സ് അല്ലെ, വി ഗെറ്റ് ഹോളിഡേ അല്ലെ. അപ്പോൾ നമ്മൾ ഹോളിഡേ കിട്ടുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ചില ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ചിന്തകൾ, അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ആ സമയത്തായിരിക്കാം ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലെ. അപ്പോൾ വിപാസന മെഡിറ്റേഷൻ നമ്മൾ കേട്ട് കാണും അല്ലെ. ബുദ്ധിസത്തിലൊക്കെ പറയുന്ന ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ്. അപ്പോൾ അതിലവർ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ ആ ചിന്തയെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത്. അതിനെ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ലേബൽ ചെയ്യാതിരിക്കുക, ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവരതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതായത് ഈ ചിന്തകളെ നമ്മൾ എങ്ങനെയാണ്, നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തോട്ട് സ്റ്റോപ്പിംഗ് എന്ന് പറയും. അപ്പോൾ ഈ തോട്ട് സ്റ്റോപ്പിംഗ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? വിപാസന മെഡിറ്റേഷനിലൂടെ പറയുന്ന പോലെ തന്നെ ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലൂടെ കടന്നു പോയിക്കോട്ടെ. ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. ഒരു ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന കാണിയെ പോലെ നമ്മുടെ ചിന്തകളെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ നടന്നോട്ടെ. ഓക്കെ, നമ്മൾ അതിന് ഒരു റെസ്പോണ്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ പോകുന്നില്ല. ജസ്റ്റ് ആ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കോട്ടെ. ഓക്കെ, ആ ചിന്തകൾ വന്നു. സോ വി ആർ ജസ്റ്റ് entertaining it. Okay, close our eyes and sitting. Then we have to start counting. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. ഓക്കെ, ഈ സ്റ്റോപ്പ് പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ ചിന്തകൾക്ക് ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ പട്ടാളത്തിലൊക്കെ കണ്ടു കാണും, അതായത് അവര് എത്ര വെപ്പൺസ് ആയിട്ട് റെഡി ആയിട്ട് നിന്നാലും കമാൻഡ് കിട്ടിയാലാണ് അവർക്ക് ഫയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചിന്തകൾക്ക് നമ്മളൊരു കമാൻഡ് കൊടുക്കുന്ന വഴിയായിട്ട് നമ്മുടെ സെൽഫിന്റെ മൊണോപ്പൊളി നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മളുടെ സെൽഫിന്റെ റെസ്പോൺസിബിലിറ്റി, അധികാരം ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ ചിന്തകൾക്ക് ഒരു ലിമിറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുത്തുകയും നമ്മുടെ സെൽഫിന്റെ മാസ്റ്റേഴ്സ് നമ്മൾ ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൺട്രോളിലാക്കുവാനും നമ്മുടെ സെൽഫിന്റെ മൊണോപ്പൊളി ഏറ്റെടുക്കുവാനും നമുക്ക് ശ്രമിക്കാം. സോ സ്റ്റേ പോസിറ്റീവ്.